ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളോട് സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നും പതിവ് പോലെ തന്നെ രാവിലെ 6 മണിക്ക് ഞാൻ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഫുൾ ഡേ റുട്ടീനാണ്. അതുപോലെ തന്നെ കുറച്ച് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ളൊരു ഡേയും കൂടിയാണ് കേട്ടോ. അപ്പോൾ അതേ 6 മണിക്ക് എഴുന്നേറ്റു. കുറച്ച് നേരം പുറത്തൊക്കെ നോക്കി നിന്നിട്ട് ആദ്യമേ തന്നെ ആമിയുടെ തലയൊക്കെ ഒന്ന് കെട്ടിവെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം അവൾക്ക് ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നല്ല ചൂടാണിപ്പോൾ. അതും മാത്രമല്ല, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സ്കിൻ കെയറും ഹെയർ കെയറും എല്ലാം നോക്കണമല്ലോ. അപ്പോൾ അതിനോടൊപ്പം തന്നെ അവൾക്കിപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് അവളുടെ കാര്യങ്ങളും കൂടി ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. അങ്ങനെ രാവിലെ തന്നെ അവളുടെ ഡ്യൂട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെടികളൊക്കെ ഒന്ന് നനയ്ക്കാനായിട്ട് പോവാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു സഹോദരി ഗംഗയാണ് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്, നമ്മുടെ ചെടികളെ ഒന്ന് കാണിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു കമൻറ്റിൽ കുറച്ച് ചെടികളെ ഉള്ളൂ, കാണിക്കാനും വേണ്ടിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ എന്നോട് പറഞ്ഞത് അത് കുഴപ്പമില്ല, കുറച്ചാണെങ്കിലും അത് നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കാണാനായിട്ട് ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഒത്തിരി സന്തോഷം അങ്ങനെ ഒരു കമൻറ്റ് എനിക്ക് അറിയിച്ചതിൽ. അപ്പോൾ അത് ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ അടുത്തുള്ള ചെടികളെല്ലാം. ഒരേ ടൈപ്പിലുള്ള ചെടികൾ തന്നെയാണ്. 2 ചട്ടിയിൽ ടേർട്ടിൽ വൈൻ വെച്ചിട്ടുണ്ട്, 1 പുതിന ചെടി. അത് ഞാൻ പറഞ്ഞില്ലേ, കുറച്ചൊന്ന് കരിഞ്ഞു പോയേക്കാണ്. അപ്പോൾ അത് വെള്ളം ഒഴിച്ച് ഒന്ന് ഡെവലപ്പാക്കി എടുക്കണം. 2-3 ദിവസം എനിക്ക് സുഖമില്ലാതെ ആയപ്പോൾ വെള്ളം ഒഴിക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ പർപ്പിൾ ഹാർട്ടാണ് വെച്ചേക്കുന്നത്. ഇതൊക്കെ ലോ മെയിൻ്റനൻസ് ചെടികളായതുകൊണ്ടാണ് ഇതുങ്ങളെ കൊണ്ട് വെച്ചേക്കുന്നത്. അപ്പോൾ 2-3 നേരം വെള്ളം ഒഴിച്ചു കൊടുത്താൽ നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കും. മഴയുള്ളപ്പോഴാണെങ്കിൽ അങ്ങനെ എപ്പോഴും വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. പിന്നെ അത് നമ്മുടെ ഫിഷിനൊക്കെ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റാൽ ആദ്യം ചെയ്യുന്നത് ഇവർക്ക് ഫുഡ് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ടേ ഞാനിപ്പോൾ ബാക്കിയുള്ള എൻ്റെ കാര്യങ്ങൾ പോലും ചെയ്യുള്ളൂ. കാരണം ഇതൊക്കെ മിണ്ടാപ്രാണികളാണല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു നേരത്തെ ആഹാരം നമ്മൾ കൊടുക്കണമല്ലോ. പിന്നെ ഏറ്റവും സങ്കടകരമായ ഒരു വാർത്ത നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ 2 ഗപ്പികളും ചത്തു പോയിട്ടുണ്ട് കേട്ടോ. അത് ഈ ഏഞ്ചൽ ഫിഷ് അറ്റാക്ക് ചെയ്തിട്ട് അങ്ങനെ മരണപ്പെട്ടതാണ്. അപ്പോൾ ഒരെണ്ണം പ്രഗ്നന്റും ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് മരണപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. അത് ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ഒരു ദിവസം രാവിലെ വന്ന് നോക്കിയപ്പോൾ 2 ഗപ്പിയും ഇങ്ങനെ മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ആമിക്കും എനിക്കും ഹസ്ബൻഡിനും ഒക്കെ ഞങ്ങൾക്ക് എന്തോ ഭയങ്കര വിഷമമായി പോയി. നമ്മുടെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ളൊരു മിസ്റ്റേക്ക് ഉണ്ടെന്നും അല്ല അങ്ങനെ സംഭവിച്ചു. നമ്മൾ ഫുഡൊക്കെ വളരെ കുറച്ചാണ് കൊടുക്കുന്നത്. നമ്മളോട് അവർ പറഞ്ഞ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ ഞങ്ങൾ ചെയ്തൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, എപ്പോഴും അതിന്റെ ലൈറ്റ് ഇങ്ങനെ ഓൺ ചെയ്തിട്ടേക്കും കേട്ടോ. ഈ ഒരു ഫിഷ് ടാങ്കിൽ അത് നല്ലതല്ല എന്ന് പിന്നീടാണ് ഞങ്ങൾ അറിയുന്നത്. അപ്പോൾ എപ്പോഴും ലൈറ്റ് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാലും ഹീറ്റ് കൂടുതലായി ചൂട് കൂടിയിട്ട് ഫിഷ് ചിലപ്പോൾ ചത്തുപോകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും ഏഞ്ചൽ ഫിഷ് 2-3 തവണ അവർ അറ്റാക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ എന്തോ സംഭവിച്ചതാണ് കേട്ടോ. എന്തായാലും അവർ നമ്മളെ വിട്ടു പോയിട്ടുണ്ട്. ആ സമയത്തൊക്കെയാണ് എനിക്ക് വയ്യാതെയൊക്കെ ആയത്. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ നമ്മുടെ മീനിന്റെ കാര്യങ്ങളൊക്കെ. പിന്നെ ബാലൻസ് ഉള്ള ഫിഷൊക്കെ ഇപ്പോൾ നല്ലതായിട്ട് തന്നെ ഇരിപ്പുണ്ട്. 3 പേര് ഏഞ്ചൽ ഫിഷും 1 പേര് സീബ്രയും ആണ് നമ്മളുടെ അടുത്ത് ഇപ്പോൾ ഉള്ളത്. ഇനിയിപ്പോൾ എന്തായാലും ഉടനെയൊന്നും വേറെ ഫിഷൊന്നും മേടിക്കുന്നില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിലേക്ക് വന്നു. നമ്മുടെ അടുക്കളയുടെ അവിടുത്തെ ജനലൊക്കെ ഒന്ന് തുറന്നിട്ടിട്ടുണ്ട്. നല്ല ചൂടാണ് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ ഇന്ന് എന്തായാലും എനിക്ക് കുക്കിംഗ് വളരെ കുറച്ചേ ഉള്ളൂ. കാരണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പോലും ഉണ്ടാക്കണ്ട. തലേ ദിവസം വെച്ചിട്ടുള്ള ഉപ്പുമാവ് ഉണ്ട് കേട്ടോ. അത് ഞാൻ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചോറും കറികളും ഒക്കെ ഇരിപ്പുണ്ട്. അതൊക്കെ എനിക്കൊന്ന് ലഞ്ചിന് വേണ്ടിയിട്ട് ചൂടാക്കി എടുത്താൽ മതി. പിന്നെ എക്സ്ട്രാ ഇന്നൊരു കറിയും കൂടി വെക്കുന്നുണ്ട് കേട്ടോ. അതെൻ്റെ ഹസ്ബൻഡിന്റെ അച്ഛൻ പറഞ്ഞിട്ടുള്ളൊരു റെസിപ്പിയാണ്. അതും കൂടി ഞാനിന്ന് കാണിക്കുന്നുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാനേ വീഡിയോ കണ്ടോളൂ. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ ചെറിയ റൂം ഉണ്ടല്ലോ, അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഡീപ് ക്ലീനിങ് ആണ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ വലിയ റൂം ക്ലീൻ ചെയ്തല്ല. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ചെറിയ റൂം ക്ലീൻ ചെയ്യാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ നമ്മുടെ ജോലികൾ നടക്കുന്നതിനിടയിൽ തന്നെ ഇന്നത്തെ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ നമ്മളിൽ പലരും, പ്രത്യേകിച്ച് വീട്ടമ്മമാര്, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന ആളുകളായിരിക്കും അല്ലേ. എല്ലാവരും ഒന്നും അല്ല, എന്നാലും ഒരു 85% ആൾക്കാരും അങ്ങനെയാണെന്നാണ് പറയപ്പെടുന്നത്. അതായത് നമ്മുടെ കാര്യം നോക്കാതെ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യും. അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കും. അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ആളുകളെ പറയുന്ന പേരാണ് പീപ്പിൾ പ്ലീസർ എന്ന് പറയും. അതായത് മറ്റുള്ളവരെ സന്തോഷിപ്പിച്ച് നടക്കുന്ന വ്യക്തി എന്നാണ് അതിനർത്ഥം. അപ്പോൾ അങ്ങനെ സന്തോഷമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ ചെറിയ കള്ളങ്ങൾ പറയും. ചിലപ്പോൾ നമുക്ക് നോ പറയാൻ പറ്റിയെന്ന് വരത്തില്ല. നമുക്ക് അവരുമായിട്ടൊരു ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളെ തന്നെ നമ്മൾ നോക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ടൈം വെറുതെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, ദോഷമാണ് ഉള്ളത് കൂടുതലും. അപ്പോൾ ഇങ്ങനെ ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മാറ്റുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. ഇതിലുള്ള എന്തെങ്കിലും
എന്തെങ്കിലുമൊക്കെ സ്വഭാവം നിങ്ങൾക്കുണ്ടോയെന്ന് നിങ്ങൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ, മറക്കരുത്. അപ്പോൾ ഇങ്ങനത്തെ സ്വഭാവമുള്ള ആൾക്കാരുടെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ സ്വന്തം കാര്യം നോക്കാതെ മറ്റുള്ളവരെ സഹായിക്കും, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മുൻഗണനയും നൽകും. ശരിക്കും പറഞ്ഞാൽ ഞാനും ഇതേപോലെ ആയിരുന്നു കേട്ടോ. ഒരു കാലഘട്ടം വരെ ആഫ്റ്റർ മാരേജ് ഒരു 4-5 വർഷം വരെയും ഞാനും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. എനിക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ജീവിച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജീവിച്ച് തീർത്തൊരാളാണ്. അപ്പം അത് തെറ്റാണെന്ന് എപ്പോഴും എനിക്ക് ബോധ്യപ്പെട്ട് ഞാൻ എൻ്റെ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് ചെയ്തത്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം ആരെങ്കിലും പറയുമ്പോൾ നമുക്ക് അവരോട് അത് നിരസിക്കാൻ ഭയങ്കര ഭയമായിരിക്കും. അതുപോലെ തന്നെ മറ്റുള്ളവരെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പോലും നമ്മൾ ചെയ്തു കൊടുക്കും. പ്രത്യേകിച്ച് വീട്ടമ്മമാരങ്ങനെയാണല്ലോ. നമുക്ക് ചുറ്റുമുള്ള ആളുകളെ വിഷമിപ്പിക്കേണ്ട, അല്ലെങ്കിൽ അവരെന്തെങ്കിലും പറയുമെന്ന് പേടിച്ചിട്ടൊക്കെ നമുക്ക് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും നമ്മൾ ചെയ്യുമല്ലേ. ചിലപ്പോൾ നമ്മുടെ ഇൻലോസിനോടൊപ്പം ആയിരിക്കാം, അല്ലെങ്കിൽ ഹസ്ബൻഡിനോടായിരിക്കാം, അല്ലെങ്കിൽ ഈവൻ മക്കളോട് പോലും ആയിരിക്കാം. നമുക്ക് നമ്മളൊരു മുൻഗണന കൊടുക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നത് അല്ലേ. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും മറ്റുള്ളവരുടെ അംഗീകാരം തേടിക്കൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. അതായത് മറ്റുള്ളവർ നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കും എന്നൊരു ചിന്ത. അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കും കേട്ടോ. അതായത് ഇത്തരം സ്വഭാവമുള്ള ആളുകൾക്ക് ഒരിക്കലും നമ്മുടെ കാര്യങ്ങളിലോട്ട് ഫോക്കസ്ഡ് ആവാൻ പറ്റത്തില്ല. ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും പറയോ അങ്ങനെയൊക്കെ ചിന്തിച്ച് നമ്മുടെ ജീവിതം തന്നെ പാഴാക്കി കളയും. പിന്നെ അതുപോലെ തന്നെ അമിതമായി സഹായിക്കുന്നത് കൊണ്ട് അവസാനം നമുക്ക് നമ്മുടെ സമയവും നഷ്ടപ്പെടും, ഊർജവും നഷ്ടപ്പെടും, അവസാനം മാനസിക സമ്മർദ്ദത്തിലാവുകയും ചെയ്യും. ഇതാണ് പൊതുവെ കണ്ടുവരുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെ സന്തോഷിപ്പിച്ച് നടക്കുന്ന സ്ത്രീകൾക്കൊക്കെ പറ്റുന്ന ഒരു അബദ്ധമാണ് അവസാനം നമ്മൾ തന്നെ മനപ്രയാസത്തിലാവുകയാണ് ചെയ്യുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന എന്നാൽ സ്വന്തം താല്പര്യങ്ങൾ പോലും ബലികഴിക്കുന്ന ഒരു വ്യക്തി എന്നാണ് ഇതിന്റെ അർത്ഥം കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള സ്വഭാവം നിങ്ങൾക്കുണ്ടോ എന്നുള്ളത് ഒന്ന് നോട്ടീസ് ചെയ്ത് വെച്ചേക്കേട്ടോ. ഇങ്ങനത്തെ സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളത് മാറ്റുക. അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സൊല്യൂഷൻസും കൂടി നമുക്കൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ടത് എന്താണ്, മറ്റുള്ളവരുമായിട്ട് ഒരു അകലം പാലിക്കുക, അല്ലെങ്കിൽ ഒരു അതിര് നിശ്ചയിക്കുക. അതായത് ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്ന് പറയും. നമുക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ സമയമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ കർശനമായിട്ടും നോ പറയുക തന്നെ വേണം. ഒരിക്കലും നമ്മളത് സമ്മതിച്ച് കൊടുക്കരുത്. നമ്മളെ കൊണ്ട് പറ്റില്ലാത്ത കാര്യങ്ങൾ പറ്റില്ല എന്ന് തന്നെ പറയുക കേട്ടോ. നോ പറയാനായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ യെസ് എന്ന് പറയുന്നതിന് മുമ്പ് നമ്മളൊന്ന് ചിന്തിക്കുക, നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം കൊണ്ട് എന്തെങ്കിലും ഗുണം നമുക്കുണ്ടോ എന്നുള്ളത്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ മുന്നും പിന്നും നോക്കാതെ ഞാനത് ചെയ്തു തരാം അല്ലെങ്കിൽ യെസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മുന്നിട്ട് ഇറങ്ങുമല്ലേ. അത് എന്തുകൊണ്ടാണ്? നമ്മൾ മറ്റുള്ളവരെ അത്രയധികം വാല്യൂ കൊടുക്കുന്നുണ്ടാണ്. നമുക്ക് നമ്മൾ വാല്യൂ കൊടുക്കാത്തതും കൂടി കൊണ്ടാണ്. അപ്പൊ എനിക്കും ഇതുപോലുള്ള സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ ഒരുപാട് അതിൽ നിന്നൊക്കെ മാറിയിട്ടുണ്ട്. ഞാനിപ്പോൾ എന്നെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എനിക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പോലും സമയമില്ല. അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആദ്യം മുൻഗണന കൊടുക്കുക. ഇനി എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും ലോകം തലകീഴ് മറിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് മതി മറ്റുള്ളവരുടെ കാര്യം. പക്ഷെ ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു ടഫായിട്ടുള്ളൊരു കാര്യം തന്നെ ആയിരിക്കും അല്ലേ. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ കുറച്ചൊന്ന് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. നമ്മൾ ചിലപ്പോൾ നേരത്തെ ഒന്ന് എഴുന്നേൽക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ കുടുംബത്തിൽ പല ആളുകളോടും വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും, മറ്റുള്ളവരുടെ മുഖം കറുപ്പിക്കേണ്ടി വരും. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുമ്പോൾ. അതുപോലെ തന്നെ നമ്മളെപ്പോഴും ഇങ്ങനത്തെ സ്വഭാവം മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഒറ്റയടിക്ക് എല്ലാം കൂടി മാറ്റാമെന്ന് വിചാരിക്കാതെ കുറേശ്ശെ നോ പറഞ്ഞ് ശീലിക്കേണ്ട. ഒറ്റയടിക്ക് നമുക്കത് മാറ്റാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ ജനിച്ച് വളർന്നപ്പോൾ തൊട്ട് കൊണ്ട് നടക്കുന്ന ഒരു സ്വഭാവമാണല്ലോ ഇത്. അപ്പൊ ഇത് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് തിങ്ക് ചെയ്ത് പതിയെ ആ ഒരു ശീലം കൊണ്ടുവന്നാലേ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും സംഘർഷങ്ങളെ ഭയപ്പെടരുത്. ഇപ്പോൾ ഒരാളോട് നോ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അയാളോട് ഇപ്പോൾ ഒരാളിനെ നമുക്ക് പ്രീതിപ്പെടുത്താൻ പറ്റാതെ വരുമ്പോൾ അയാൾ നമ്മളോട് പിണങ്ങുമോ എന്നൊക്കെ ആലോചിച്ച് നമ്മൾ സമ്മർദ്ദത്തിലാക്കരുത്. അതായത് സംഘർഷങ്ങളെ നമ്മൾ പേടിക്കരുത്. സംഘർഷങ്ങൾ എന്ന് പറയുമ്പോൾ വഴക്കുണ്ടാകുന്നതൊക്കെ പേടിച്ചിരിക്കരുത്. ഒരു വഴക്ക് നടന്നാലും കുഴപ്പമില്ല, നമുക്ക് നമ്മുടെ സമാധാനമാണ് വലുതെന്ന് വിചാരിക്കട്ടാ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിതകാലം മുഴുവനും മറ്റുള്ളവരുടെ അടിമയായിട്ട് ജീവിക്കേണ്ടി വരും. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനായിട്ട് ശ്രമിക്കുക. നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ വ്യക്തവും സ്പഷ്ടവുമായിരിക്കണം. പോയിന്റുകൾ മാത്രമേ നമ്മൾ സംസാരിക്കാവുള്ളൂ. നമ്മൾ ഒരുപാട് കിടന്ന് അലച്ച് വിളിച്ചിട്ട് കാര്യമില്ല. പറയുന്ന കാര്യങ്ങൾ വാലിഡ് ആയിരിക്കണം. അതുപോലെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനും പഠിക്കുക. അതിപ്പോൾ
പ്രാക്ടീസിലൂടെ മാത്രമേ പറ്റുള്ളൂ. നമ്മളിങ്ങനെ ഒരു പാവൻ ലേബൽ കൊണ്ട് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഇന്നത്തെ കാലത്ത് ഒരു മിണ്ടാപ്പൂച്ചയായിട്ടിരുന്നിട്ടൊന്നും ആരിൽ നിന്നും ഒരു സർട്ടിഫിക്കറ്റും കിട്ടാൻ പോകുന്നില്ല. കാരണം നമ്മളെല്ലാവരും ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് വേണം, കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ കുറ്റബോധം ഒഴിവാക്കുക. അയ്യോ ഞാൻ ഇതൊക്കെ പറഞ്ഞു പോയല്ലോ, അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും, എന്നാലും ഞാനൊക്കെ അവരോട് അങ്ങനെ പറയേണ്ടി വന്നല്ലോ. പ്രത്യേകിച്ച് നമ്മുടെ ഹസ്ബൻഡിനോടോ ഇൻലോസിനോടോ ഈവൻ പാരൻസിനോട് പോലും നമ്മൾ പലതും പറഞ്ഞു കഴിഞ്ഞിട്ട് ചിന്തിക്കല്ലേ വേണ്ടായിരുന്നു എന്ന്. പക്ഷേ ന്യായം നമ്മുടെ ഭാഗത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ കുറ്റബോധം വിചാരിക്കേണ്ട കാര്യമില്ല. അത് മാത്രമല്ല, നമുക്ക് നമ്മുടെ സേഫ്റ്റിയും നമ്മുടെ സന്തോഷമാണ് വലുതെങ്കിൽ ഒരിക്കലും നമ്മൾ അങ്ങനെ ചിന്തിക്കുകയും അല്ലേ. അപ്പം ഇത്രയാണ് കേട്ടോ ഇതിനുള്ള സൊല്യൂഷൻസ്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്നും ഒരു രാത്രി കൊണ്ടൊന്നും മാറ്റാൻ പറ്റുന്നൊരു ശീലമല്ല. പതിയെ പതിയെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലുള്ള പല പോയിന്റ്സ് നിങ്ങൾക്ക് ലൈഫിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ ഒരുപാട് പോയിന്റ്സ് ഇതിലുള്ളത് എനിക്ക് തോന്നുന്നു എല്ലാ പോയിന്റ്സും ഞാൻ പ്രാക്ടീസ് ചെയ്ത് സക്സസ് ആയ ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ സന്തോഷം കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. മറ്റുള്ളവരെ എനിക്ക് പ്രീതിപ്പെടുത്തേണ്ടി വരുന്നില്ല. മറ്റുള്ളവരുടെ ഒരു കാര്യവും എന്നെ ബാധിക്കുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ലോകത്ത് ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത്. അപ്പൊ മറ്റുള്ളവരോട് ഞാൻ എപ്പോഴും അകലം വെച്ചിരിക്കുന്നതിന്റെ കാരണവും അതൊക്കെ കൊണ്ട് തന്നെയാണ്. ഒരു പരിധിക്കപ്പുറം ഞാൻ ആരെയും എൻ്റെ കാര്യങ്ങളിൽ അടുപ്പിക്കില്ല. അതുപോലെ തന്നെ തീരുമാനങ്ങൾ എടുക്കാൻ ഞാൻ ആരെയും ആശ്രയിക്കാറില്ല. അതേപോലെ തന്നെ എൻ്റെ മറ്റ് പേഴ്സണലായിട്ടുള്ള ഒരു കാര്യങ്ങളിലും ഞാൻ ആരെയും ഉൾക്കൊള്ളിക്കാറുമില്ല. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ പരീക്ഷ വിജയിച്ചിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം ഉറപ്പായിട്ടും കമന്റ്സിലൂടെ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വെച്ചേക്കുന്ന കറി സാമ്പാർ പരിപ്പും ഉരുളക്കിഴങ്ങും കൂടി ഇട്ടിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഇത് നമ്മൾ വറുത്തരച്ച തീയൽ പോലെയാണ് വെക്കുന്നത്. തേങ്ങ വറുക്കുന്ന സമയത്ത് നന്നായിട്ട് വറുത്തെടുത്തതിന് ശേഷം കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഇത്രയും കൂടി ഇട്ടിട്ട് തേങ്ങയിലിട്ട് മൂപ്പിച്ചെടുക്കുക. അതുപോലെ തന്നെ കുറച്ച് ഓമം, ഒരു നുള്ളു ഓമം ഇട്ടാൽ മതി. പിന്നെ കുരുമുളക്, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ഇട്ടിട്ട് വേണം തേങ്ങ വറുത്തരയ്ക്കാനായിട്ട്. നല്ല ഫൈനായിട്ട് വറുത്തരച്ച് മഷിയായിട്ട് അരച്ചെടുക്കുക. അതിന് മുന്നേ തന്നെ ഒരു പൊട്ടറ്റോയും അതുപോലെ തന്നെ സവോള വേണമെങ്കിൽ ഒരെണ്ണം ചെറുത് ചേർത്ത് കൊടുക്കാം. ചെറിയൊരു കപ്പിൽ സാമ്പാർ പരിപ്പും കൂടി ഇട്ടിട്ട് നമ്മളൊരു 3 വിസിൽ കുക്കറിൽ വെച്ച് വേവിച്ചെടുത്തിട്ട് ഈ തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് അരച്ചൊഴിച്ചെടുത്താൽ മതി കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പുളി വെള്ളമായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ കറിക്കകത്ത് പുളി ഈ തേങ്ങ വറുത്ത സമയത്ത് പുളി ചെറുതായിട്ടൊന്ന് പീസസ് ആക്കിയിട്ട് തേങ്ങയിലിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ നല്ലൊരു പുളിരസം കിട്ടും. നിങ്ങൾക്കിപ്പോൾ പുളി ചേർക്കുന്ന ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കറി എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛനാണിത് എനിക്ക് പഠിപ്പിച്ചു തന്നത്. അപ്പം ഞങ്ങൾ നാട്ടിലൊന്നും ഇത് ചെയ്യത്തില്ലായിരുന്നു കേട്ടോ. പരിപ്പും ഉരുളക്കിഴങ്ങും കൂടി, സാമ്പാർ പരിപ്പും ഉരുളക്കിഴങ്ങും കൂടി ഇട്ടിട്ടുള്ളൊരു കറിയാണ്. ചപ്പാത്തിക്കും ചോറിനും പുട്ടിനും എല്ലാത്തിനും ബെസ്റ്റാണ് ഇത്. എനിക്കിപ്പോൾ 2-3 ദിവസത്തേക്ക് വരുവേ. ഓമം മറക്കാതെ ചേർക്കണം. അതുപോലെ തന്നെ ലാസ്റ്റ് കുറച്ച് കായപ്പൊടിയും ചേർക്കണം. പിന്നെ അതുപോലെ തന്നെ കടുകും കൂടി താളിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇതിനകത്ത് ഇപ്പോൾ സവാള ഇട്ടല്ല വേവിച്ചേക്കുന്നത്. പരിപ്പ് വേവിച്ചപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സവാളയും കൂടി ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ചെറിയ ഉള്ളി. ഞാൻ വറുത്തരച്ച സമയത്ത് കുറച്ചധികം തന്നെ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ വറുത്തരച്ചത്. അതുകൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ട് ഉള്ളി ചേർക്കാത്തത്. പിന്നെ അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തേങ്ങ കരിഞ്ഞു പോകാതെ വേണം വറുത്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കായപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ, മറക്കരുത്. അപ്പം എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇതിനോടൊപ്പം ഒരു പപ്പടമൊക്കെ വെച്ച് കഴിക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പം നല്ല സൂപ്പറായിട്ട് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇതിനിടയിൽ തന്നെ ഞാൻ കുറച്ച് മാങ്ങ പഴുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു മാങ്ങ എടുത്ത്, പഴുത്ത മാങ്ങയാണ്, മാമ്പഴം അച്ചാറിട്ടിട്ടുണ്ട്. ഒരുപാട് പഴുത്തിട്ടില്ല, പകുതിയാണ്, ഹാഫ് റൈപ്ഡ് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ അതെടുത്തൊന്ന് അച്ചാറിട്ടിട്ടുണ്ട്. അച്ചാറിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ മുന്നേ ഒരു വ്ളോഗിൽ കാണിച്ചിട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ കാണിക്കുന്നില്ല കേട്ടോ. ഈസിയാണ്, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു അച്ചാർ റെസിപ്പിയാണ്. പിന്നെ ഞാൻ ഈ കിച്ചണിലെ പണികൾ ചെയ്യുന്നതിനിടയിൽ തന്നെ പോയിട്ട് കിച്ചണിലെ ക്ലീനിങ്ങും അതുപോലെ തന്നെ നമ്മുടെ ബെഡ്റൂമിലെ ക്ലീനിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനിടയിൽ തന്നെ നമ്മൾ ചോറും കറികളും എല്ലാം ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ കറി എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേട്ടോ, മറക്കരുത്. അപ്പോൾ എല്ലാത്തിനും കഴിക്കാൻ ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ 2-3 ദിവസത്തേക്ക് നമുക്ക് വരും. എനിക്ക് വരാറുണ്ട്. ഇപ്പോൾ ഒരു 3 ദിവസം കൊണ്ടൊക്കെയാണ് കേട്ടോ ഞാൻ ഈ കറി തീർത്തത്.
കാരണം നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി കുറച്ച് മതിയല്ലോ, അതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ആ കറിക്കകത്ത് കുറച്ച് ഓമം കൂടി ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ, ഇല്ലെങ്കിൽ ഗ്യാസ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഇഞ്ചിയും വെളുത്തുള്ളി ഇതൊക്കെ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അതേ നമ്മുടെ ലഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചു. ഇന്ന് മാങ്ങ അച്ചാറും നമ്മുടെ പരിപ്പും ഉരുളക്കിഴങ്ങും കൂടി ഇട്ടുള്ള കറിയും പിന്നെ ഒരു തോരനും ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ നമ്മളിന്ന് കഴിച്ചത്. ഇടയിൽ തന്നെ ആമിയെ കഴിക്കാൻ വിളിച്ചപ്പോൾ അവൾ വന്നിട്ടില്ല, കാരണം അവൾക്ക് കുറച്ച് ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യണമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഇന്നിപ്പോൾ വെക്കേഷൻ ആണല്ലോ ഇപ്പോൾ, അതുകൊണ്ട് അതിൻ്റെ പുറകിലാണ് കേട്ടോ അവളിപ്പോൾ. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കരിക്ക് പായസം വെച്ചപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അത് പെട്ടെന്ന് തന്നെ കുടിച്ചത് കൊണ്ടാണോ എന്ന് അറിയത്തില്ല, ചൂടായിട്ട് കുടിച്ചുകൊണ്ടാണോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതേ ഇന്ന് ഞാൻ 2 ദിവസം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്ത് കഴിച്ചേട്ടാ. അപ്പോഴേക്കും മധുരമൊക്കെ ഒന്ന് പോയി നല്ലതായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കുറച്ച് ബോളി ഇരിപ്പുണ്ടായിരുന്നു, അതും കൂടി മിക്സ് ചെയ്ത് തന്നെയാണ് ഇന്നും കഴിച്ചത്. പിന്നെ നമ്മുടെ മീനിൻ്റെ ടാങ്കിനകത്തിരിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇവിടെ ചൂടായതുകൊണ്ടായിരിക്കണം. അപ്പോൾ അതും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തുവെന്നേ ഉള്ളൂ. പിന്നെ ആമിയാണെങ്കിൽ എന്നെ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവൾക്ക് ബോറടിക്കുന്നു എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ തന്നെയാണ് വിളിച്ചുകൊണ്ട് വന്ന് കിച്ചണിൽ കൊണ്ടുവന്ന് ചെറിയ ചെറിയ ജോലികൾ ചെയ്യിപ്പിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ ചെയ്ത് തരാറുണ്ട്. ഇങ്ങനെ പാത്രം കഴുകി തരും, കുറച്ചൊക്കെ, ഒരുപാടൊന്നും ഇല്ല, കുറച്ച് അവൾ കഴിക്കുന്ന പാത്രങ്ങളൊക്കെ ഞാൻ കഴുകിപ്പിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ സിങ്കൊക്കെ എനിക്ക് കഴുകിയിട്ട് തരും. പിന്നെ വാഷ് ബേസിൻ കഴുകിയിട്ട് തരും. വാഷ് ബേസിൻ കഴുകുന്നത് ഞാനും കൂടെയാണ് കഴുകുന്നത്, അവളെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പണികൾ അവളെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കും കേട്ടോ. അത് നമുക്ക് പിന്നീട് എപ്പോഴാണെങ്കിലും നമുക്കത് ഉപകാരപ്പെടും. അതുപോലെ തന്നെ അവർക്കാണെങ്കിലും അത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഞാനൊക്കെ ചെറുതായിരുന്നപ്പോൾ എന്നെ അമ്മ അടുക്കളയിൽ പോലും കയറ്റത്തില്ലായിരുന്നു കേട്ടോ. പക്ഷേ പിന്നീട് വലുതായപ്പോഴാണ് ഞാൻ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായത്. അപ്പം അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ നമ്മൾ ചെറുതിലേ തൊട്ടേ അങ്ങനെ കൊച്ചു കൊച്ചു ശീലങ്ങൾ പഠിപ്പിക്കുന്നത് അവരുടെ ഭാവിക്ക് നല്ലതായിരിക്കും. അവരും എവിടെ പോയാലും സ്വയം പര്യാപ്തരായിട്ടിരിക്കുകയും ചെയ്യും അല്ലേ. പ്രത്യേകിച്ച് ആൺകുട്ടികളെയാണ് ഇതൊക്കെ പഠിപ്പിക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്തേ കേട്ടോ. നിങ്ങളുടെ മക്കൾ ഇങ്ങനെയൊക്കെ സഹായിച്ചു തരാറുണ്ടോ, നിങ്ങളിങ്ങനെ ഹെൽപ്പ് ചോദിക്കാറുണ്ടോ, അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ, മറക്കരുത്. പിന്നെ ഇതിൻ്റെ ഇതിൽ തന്നെ ആമി തളർന്നിട്ടുണ്ട്. പിന്നെ ദേഹം മൊത്തം വെള്ളമാണ്. അപ്പോൾ ആകെ അലമ്പാക്കി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തേലും ഞാൻ പറഞ്ഞു ഒന്ന് സ്ക്വാഷ് കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഗ്രേപ്സിൻ്റെ സ്ക്വാഷ് മേടിച്ച് വെച്ചിരുന്നത്, അതും കുടിച്ചിട്ട് നമ്മൾ മേലേക്ക് വന്നേക്കാണ് കേട്ടോ. ഇന്ന് മൊത്തം പണിയുള്ളൊരു ദിവസമായിരുന്നു. ചില ദിവസങ്ങളിൽ അങ്ങനെയാണ് കേട്ടോ, ഞാൻ ഭയങ്കര പ്രൊഡക്റ്റീവ് ആകും. എനിക്ക് പോലും അറിയാതെ ഞാൻ തന്നെ അങ്ങ് നമ്മൾ ചില ദിവസങ്ങളിൽ ഹൈ എനർജിയിൽ നിൽക്കുന്ന ദിവസങ്ങളിൽ അങ്ങനെ പ്രൊഡക്റ്റീവായി പോകുന്നതാണ് കേട്ടോ. ഒരു ദിവസം എന്നോട് ഐശ്വര്യയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ സാരിയൊക്കെ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന്. അപ്പം ഞാൻ സാരി എപ്പോഴും ഷാമ്പു വാഷാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരുപാട് വെയിലുള്ളപ്പോൾ കഴുകി ഇടാറില്ല, ഒരു നിഴലിലിട്ടാണ് ഉണക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് വാടി വരുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ റൂമിൽ കൊണ്ടുവന്ന് ഫാനിലിട്ട് ഉണക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നല്ല കട്ടിയുള്ള സാരിയൊന്നും എനിക്കില്ല കേട്ടോ, എനിക്ക് വളരെ കുറച്ച് സാരിയാണ് ഉള്ളത്. അപ്പോൾ പട്ട് സാരിയൊക്കെ ഷാമ്പു വാഷ് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്, ഇല്ലെങ്കിൽ കംഫർട്ടിലിട്ടൊന്ന് കഴുകി എടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് നിഴലിലിട്ട് ഉണക്കി എടുത്താൽ നല്ലതായിരിക്കും കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് പറയാമെന്ന് കരുതി. കുറേ നാൾ മുന്നേ എനിക്ക് കമൻറ്റ് ഇട്ടിരുന്നതാണ് കേട്ടോ ഐശ്വര്യ. പിന്നെ അതേ ഞങ്ങൾ താഴേക്ക് വന്നപ്പോഴത്തേക്കും പിന്നെ ഇവൾക്ക് വന്നിട്ട് ഇതുപോലെ മെഹന്തി ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്, എനിക്ക് അറിയത്തൊന്നുമില്ല, ഏതോ ഒരു ഡിസൈൻ ഗൂഗിളിൽ കണ്ടിട്ട് അങ്ങനെ വരച്ചു കൊടുത്താണ് കേട്ടോ. അപ്പോൾ അത് ശരിയായില്ല എന്നും പറഞ്ഞിട്ട് പിന്നെ ഇവിടെ ഒരു കരച്ചിലും ബഹളമൊക്കെ നടത്തിയപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എൻഗേജ്ഡ് ആക്കി ഇരുത്തണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ഓരോ പരിപാടികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവൾക്ക് മെഹന്തി ഇട്ട് കൊടുത്തപ്പോൾ പിന്നെ എനിക്കിടാനായിട്ട് തോന്നി. അപ്പോൾ എനിക്കിട്ടത് കൊള്ളത്തില്ല, അവൾക്കിട്ടതേ കൊള്ളാവൂ എന്ന് പറഞ്ഞിട്ട് പിന്നീട് എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള കേട്ടോ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ ഞങ്ങളുടെ വെക്കേഷനൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വെക്കേഷൻ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കേട്ടാ. അപ്പോൾ ആമിയെ മാക്സിമം എൻഗേജ്ഡ് ആയിട്ട് ഇരുത്താനാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായി യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കൂ. പുതിയൊരു വീഡിയോ നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.